നമ്മള് വേർഡ് പ്രോബ്ലംസ് അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് സബ്ട്രാക്ഷനില്. യെസ്, അതില് ആ എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ചെയ്യാനുള്ളത് എക്സൈസ് 2.5 അല്ലേ അല്ലേ? അതെ, പേജ് നമ്പർ 86 എക്സൈസ് 2.5 പ്രോബ്ലംസ് അല്ലേ ചെയ്യാനുള്ളത്. യെസ്, അപ്പൊ അതിലെ എല്ലാരും ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. പേജ് നമ്പർ 86, പേജ് നമ്പർ 86. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ടെക്സ്റ്റിൽ തന്നെ നോക്കണം മിസ് വായിക്കുന്ന സമയത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ഫാക്ടറി പ്രൊഡ്യൂസ്ഡ് 1980, 3462 and 2375 toys in 3 days. Find the total number of toys produced in these 3 days. Question മനസ്സിലായോ? Question മനസ്സിലായോ? ഇല്ല, നോ. ഒന്നുകൂടി വായിക്കാം, ടെക്സ്റ്റ് തന്നെ നോക്കണേ. ആറ് സ്ക്രീനിലേക്ക് നോക്കണ്ട, ഞാൻ വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് തന്നെ നോക്കിയിരിക്കാം. എ ഫാക്ടറി പ്രൊഡ്യൂസ്ഡ് 1980, 3462 and 2375 toys in 3 days. Find the total number of toys produced in these 3 days. ഇപ്പൊ നേരത്തെ മനസ്സിലായതിനേക്കാളും കുറച്ച് എന്തൊക്കെയോ കത്തിയില്ലേ? ഇല്ല, കുറച്ചു പേർക്കൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഒരു ഫാക്ടറിയില് 3 ദിവസം പ്രൊഡ്യൂസ് ചെയ്ത ടോയ്സിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. 3 ദിവസം പ്രൊഡ്യൂസ് ചെയ്ത ടോയ്സിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ആ 3 ദിവസം ടോട്ടൽ എത്ര ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ആ 3 ദിവസം കൊണ്ട് ആ ഫാക്ടറിയില് എത്ര ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരും എഴുതല്ലേ, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാ മതി. എന്താ റീലു എന്ന് പറയാനുള്ളത്? എന്താ ക്വസ്റ്റ്യൻ എഴുതണ്ട, ഞാൻ പറയാം. നിങ്ങള് നോട്ട്ബുക്കില് ഈ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ ഒഴിച്ചുവിടാം. ആ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് ഒഴിച്ചുവിടാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആൻസർ എഴുതാം. ക്വസ്റ്റ്യൻ പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ ആൻസർ എഴുതിക്കോ. എന്നിട്ട് ക്വസ്റ്റ്യൻ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? A factory produced 1980, 3462 and 2375 toys in 3 days. Find the total number of toys produced in these 3 days. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റെപ്സ് എന്താ എഴുതണ്ടേ? എല്ലാരും എന്റെ കൂടെ തന്നെ എഴുതിക്കോട്ടോ. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് ഒഴിച്ചു വിടണേ. ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫസ്റ്റ് ഡേ. Toys produced in first day. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഈക്വൽ സൈൻ ഇല്ലേ, ഈക്വൽ സൈൻ ഇട്ട് എഴുതൂലേ, ആ ഈക്വൽ സൈൻ എല്ലാം ഒറ്റ ലൈനിൽ വരുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, എന്താ സാന? ഗ്രൂപ്പിലിട്ട് തരുമോ? ആ ഗ്രൂപ്പിലിട്ട് തരും.
അപ്പോ ഈക്വൽ സൈൻ ഒക്കെ ഒരു ലൈനിൽ വരുന്ന പോലെ എഴുതണേ. ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫസ്റ്റ് ഡേ ഈസ് ഈക്വൽ ടു 1980. Then second step, toys produced in second day. Toys produced in second day is equal to toys produced in second day is equal to എത്രയാ 3462. ഇപ്പൊ നിങ്ങൾ കണ്ടോ മിസ് ഇട്ട് രണ്ട് ഈക്വൽ സൈനും ഒരേ ലൈനിലല്ല വന്നേ. അതേപോലെ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണേ, എന്നാൽ ആൻസർ കാണാൻ നല്ല വൃത്തിയായിരിക്കും. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്, ടോയ്സ് produced in third day. Toys produced in third day is equal to 2375. Then എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ ടോയ്സ് produced. Total toys produced is equal to എങ്ങനെ കണ്ടുപിടിക്കും? 1980 plus 3462 plus 2375. Total toys produced is equal to 1980 plus 3462 plus 2375. ഒന്ന് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ, ആഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചേ. $1980 plus 3462 plus 2375. പെട്ടെന്ന് ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചേ. കിട്ടിയോ? ആൻസർ മിസ് പറഞ്ഞിട്ടെ 7817. മനസ്സിലായോ? കംപ്ലീറ്റ് ആവാത്തവർ ഡോണ്ട് വറി, ആൻസർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, അത് നോക്കി കംപ്ലീറ്റ് ആക്കിയാൽ മതിയേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Second one, a school library had 445 books.
500 more books were added to it. Find the total number of books in the library. ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ചേ. A school library has 445 books. 500 more books were added to it. Find the total number of books in the library. നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ 445 ബുക്സ് ഉണ്ട്. ഇപ്പൊ ആരും എഴുതണ്ട, 445 ബുക്സ് ഉണ്ട്. അതിനോടുകൂടി 500 ബുക്സ് കൂടി ആ ലൈബ്രറിയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയായിരിക്കും? ഓൾറെഡി അവിടെ 445 ബുക്സ് ഉണ്ട്. അതിനോടുകൂടി 500 ബുക്സ് കൂടി ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ നമ്പർ എത്ര കിട്ടും? 445 plus 500, 945 എന്ന് കിട്ടും. അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോട്ടില്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 3 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. Ajay had 2,756 stamps. He collected 2,362 more stamps in the summer vacation. How many stamps does he have now? ആർക്കെങ്കിലും സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഹോബി ഉണ്ടോ? സ്റ്റാമ്പ് എന്താന്ന് അറിയോ? Do you know what is a stamp? സ്റ്റാമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. സ്റ്റാമ്പ് എന്താന്ന് അറിയില്ല? അയ്യോ കഷ്ടമുണ്ട് കേട്ടോ. സ്റ്റാമ്പ് എന്താന്ന് അറിയില്ലെങ്കിൽ നിങ്ങളിപ്പോ ഫുൾ ടൈം ഇതിലല്ലേ അല്ലേ? ഇതാ ഇത് നോക്ക്, ഈ സാധനം അല്ലേ? അതുകൊണ്ടാ നിങ്ങൾക്ക് സ്റ്റാമ്പ് എന്താന്ന് അറിയാത്ത. നിങ്ങൾ ഫ്രണ്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഫാമിലിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഫുൾ ഇതിലല്ലേ? ഇത് ഉപയോഗിച്ചല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാമ്പ് എന്താന്ന് അറിയാത്ത. പണ്ട് കാലത്ത് ലെറ്റർ എഴുതുന്ന ഒരു പതിവുണ്ടായിരുന്നു, അറിയോ? ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. ഈ ഫോൺ വരുന്നതിന് മുന്നേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. ലെറ്റേഴ്സ് നമുക്ക് ഇൻലാൻഡിൽ എഴുതാം, പോസ്റ്റ് കാർഡിൽ എഴുതാം, വെള്ള പേപ്പറിൽ എഴുതി കവറിലിട്ട് ഒട്ടിച്ചിട്ട് അയക്കാം. പോസ്റ്റ് ഓഫീസ് അറിയോ നിങ്ങൾക്ക്? പോസ്റ്റ് ഓഫീസ് അറിയോ? പോസ്റ്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ? ഒരു ചുവന്ന പെട്ടി. അതിനകത്ത് നമ്മൾ ലെറ്റർ എഴുതി കിട്ടേണ്ട ആളുടെ അഡ്രസ് ടു വെച്ചിട്ട് എഴുതും, നമ്മുടെ അഡ്രസ് ഫ്രം വെച്ചിട്ട് എഴുതും. എന്നിട്ട് ആ അഡ്രസ് ഒക്കെ എഴുതി അതിന് എത്ര ദൂരത്തേക്കാണോ നമ്മൾ അയക്കുന്ന ഡിസ്റ്റൻസ് ഇല്ലേ അതൊക്കെ വെച്ച് നോക്കി, പിന്നെ ആ കത്തിന്റെ ലെറ്ററിന്റെ വെയിറ്റും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഒരു സ്റ്റാമ്പ് ഒട്ടിക്കും പോസ്റ്റ് ഓഫീസിൽ നിന്ന്. 5 രൂപയുടെ, 1 രൂപയുടെ, 2 രൂപയുടെ, 10 രൂപയുടെ. കണ്ടിട്ടുണ്ടോ? സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു സ്ക്വയർ പീസ്, സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ പീസ്, ചെറുത് ഇത്രേ ഉണ്ടാവുള്ളൂ കാണാൻ. അപ്പൊ കുറേ തരത്തിലുള്ള സ്റ്റാമ്പ് ഉണ്ട്, കുറേ വാല്യൂ ഉള്ളേ. 1 രൂപ മുതല് 100 രൂപയുടെ ഒക്കെ സ്റ്റാമ്പ് ഉണ്ട്. അപ്പൊ കുറേ ദൂരത്തേക്കൊക്കെ അയക്കണമെങ്കിൽ നമുക്ക് വലിയ എമൗണ്ടിന്റെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടി വരും. പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ സ്റ്റാമ്പിന്റെ. വരുന്ന ലെറ്റേഴ്സിനും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ളത് പറിച്ചെടുത്തിട്ട് ബുക്കിൽ ഒട്ടിച്ചു വെക്കും. ഒരുപോലുള്ള സ്റ്റാമ്പ്സ് ഒക്കെ ഒരു പേജില്. അങ്ങനെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ സ്റ്റാമ്പ് കണ്ടിട്ടും ഉണ്ടാവില്ല, സ്റ്റാമ്പ് കളക്ട് ചെയ്യാനും അറിയില്ല. ലെറ്റേഴ്സ് അയക്കുന്നുണ്ടെങ്കിലല്ലേ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ പറ്റൂ. ഞാനൊക്കെ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട് പണ്ട്. അങ്ങനെ ഇപ്പൊ അറിയോ സ്റ്റാമ്പ് എന്താന്ന്? മനസ്സിലായോ? ടോഷൻ കുറെ നേരമായി എന്തോ പറയാൻ വേണ്ടി നിൽക്കുന്നു. ടോഷൻ ഉണ്ടോ സ്റ്റാമ്പ് കളക്ഷൻ? എന്റെ ചാറ്റയിൽ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഉണ്ടോ? കുറെ സ്റ്റാമ്പ് ഉണ്ടോ? യെസ്. അപ്പൊ ടോഷൻ കണ്ടിട്ടുണ്ട് സ്റ്റാമ്പ് കളക്ഷൻ. അത് നല്ല രസാട്ടോ. കളക്ട് ചെയ്താല് ഒരുപോലുള്ള സ്റ്റാമ്പ്സ് ഒക്കെ
ഒരു ബുക്കിൽ, നമ്മളെ സാധാരണ ഒരു നോട്ട്ബുക്കിൽ ഒരുപോലെയുള്ള സ്റ്റാമ്പ്സ് ഒക്കെ ഒരു പേജിൽ ഒട്ടിക്കും. അങ്ങനെ നമ്മൾ മത്സരമായിരുന്നു പണ്ട് ഈ കുറെ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ. ഒരു ബുക്ക് നിറയെ കളക്ഷൻ ഉണ്ടായിരുന്നു മിസ്സിന് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നിങ്ങളുടെയൊക്കെ പ്രായത്തില്. അപ്പൊ ഞങ്ങള് ലെറ്റർ എഴുതുകയും ചെയ്യും, ലെറ്റർ വായിക്കാറുണ്ട്, ലെറ്റർ കിട്ടാറുണ്ട്. ഇപ്പൊ ആർക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. പണ്ടൊക്കെ ഏതെങ്കിലും ബുക്കിലോ ഇപ്പൊ ബാലരമ, കളിക്കുടുക്ക, യുറീക്ക അതുപോലെയുള്ള ബുക്കിലൊക്കെ നമ്മുടെ എന്തെങ്കിലും കവിതയോ അല്ലെങ്കിൽ കഥയോ ഒക്കെ പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പേപ്പറിൽ എഴുതിയിട്ട് അയച്ചു കൊടുക്കും അവരുടെ അഡ്രസ്സിലേക്ക്. ദാ ടോഷൻ കാണിച്ചു തരുന്നുണ്ട് സ്റ്റാമ്പ് സ്റ്റോക്ക്. കണ്ടോ? കാണുന്നുണ്ടോ എല്ലാരും? സ്റ്റാമ്പ് സ്റ്റോക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ടോഷിന്റെ വീഡിയോ നിങ്ങളൊന്ന് ഫോണിൽ എടുത്തു നോക്കിയേ. ഒന്ന് ജസ്റ്റ് മാറ്റി നോക്കിയാല് ടോഷിന്റെ വീഡിയോ കാണാം. ടോഷൻ കാണിച്ചു തരുന്നുണ്ട് സ്റ്റാമ്പ് ബുക്ക്. കണ്ടോ? കാണുന്നുണ്ടോ എല്ലാരും? ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ. വെരി ഗുഡ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് പണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് മാത്രല്ല, ഈ തീപ്പെട്ടിയുടെ കളറില്ലേ, തീപ്പെട്ടിയുടെ കൂട് കണ്ടിട്ടില്ലേ? അതിന്റെ പുറത്ത് ഓരോ ചിത്രമുണ്ട് രണ്ട് സൈഡിലും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീപ്പെട്ടിയുടെ കൂടിന്റെ പരന്ന ഭാഗത്ത് രണ്ട് സൈഡിലും ഓരോ ചിത്രമുണ്ട്. അപ്പോ പണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഇതുപോലുള്ള കുറേ തീപ്പെട്ടിക്കൂട് കളക്ട് ചെയ്യും. എന്നിട്ട് ഓരോ ചിത്രവും മാറ്റി മാറ്റി കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെ എത്രയോ കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇലയുടെ കളക്ഷൻ അറിയോ? ഇല എങ്ങനെയാ കളക്ട് ചെയ്ത് വെക്കുന്നേ? നമ്മുടെ ചെടിയുടെ ഇലയില്ലേ, ഇപ്പല്ലേ നിങ്ങൾക്ക് അസൈൻമെന്റ് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാ, നെറ്റിൽ കോപ്പി ചെയ്യാ, ഇപ്പുറത്തോട്ട് പേസ്റ്റ് ചെയ്യാ, എന്നിട്ട് പ്രിന്റ് എടുക്കുക, അങ്ങനെയുള്ള അസൈൻമെന്റ് ഒക്കെ അല്ലേ നിങ്ങൾ ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. തൂവൽ കളക്ഷൻ, ഇലയുടെ കളക്ഷൻ. തൂവലിന്റെ കളക്ഷൻ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ പറമ്പ് നിറയെ നടക്കും, എന്നിട്ട് പക്ഷിയുടെ തൂവല് കളക്ട് ചെയ്യും. തൂവല് കളക്ട് ചെയ്തിട്ട് അത് ബുക്കിൽ ഒട്ടിച്ചു വെക്കും. ഒട്ടിച്ചു വെച്ചിട്ട് അതിനൊരു ബോർഡർ ഒക്കെ വെച്ച് അതിന്റെ പേരൊക്കെ എഴുതി വെക്കും, പക്ഷിയുടെ പേരൊക്കെ. പിന്നെ എന്താ കളക്ട് ചെയ്യാന്നറിയോ? ഇല. ഓരോ ചെടിയുടെ ഇല പറിച്ചെടുക്കും. ഇല പറിച്ചെടുത്തിട്ട് ആ ഇല നല്ല വൃത്തിയായി കഴുകി തുടച്ചിട്ട് നന്നായി ഉണക്കി തുടച്ചിട്ട് പഴയ ബുക്കിന്റെ ഇടയിൽ വെക്കും. ഇടയിൽ വെച്ചിട്ട് കുറേ ബുക്ക് അട്ടി വെച്ച് അതിന്റെ ഏറ്റവും അടിയിൽ ഈ ബുക്ക് അങ്ങ് വെക്കും. എന്നിട്ട് കുറേ നാള് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് എടുത്ത് നോക്കിയാല് ആ ഇല നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. ആ പച്ച കളറൊക്കെ അങ്ങ് പോയിട്ട് നന്നായിട്ട് വാടി കിട്ടും. എന്നിട്ട് ആ ഇല എടുത്തിട്ട് ബുക്കിൽ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് ആ ചെടിയുടെ പേരും അവിടെ എഴുതി വെക്കും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കളക്ഷൻ പണ്ട്. പിന്നെ മണ്ണ് കളക്ട് ചെയ്യും, ഓരോ തരത്തിലുള്ള മണ്ണ്, വേര്, ചെടിയുടെ വേര്. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യണ്ടല്ലോ, എന്ത് സുഖ. വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് പഠിച്ചാൽ മതി. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മുഴുവൻ പുറത്തിറങ്ങി മണ്ണ് കളക്ട് ചെയ്യുക, കക്ക ശേഖരിക്കും. കക്ക അറിയോ? പൂഴി അരിക്കുമ്പോ കക്ക കണ്ടിട്ടില്ലേ? പൂഴി അരിക്കുന്ന സമയത്ത് അതിന്റെ ഓരോ ഷേപ്പിലുള്ള കക്ക ഞങ്ങൾ ശേഖരിച്ചു വെച്ച് ഒട്ടിച്ചു വെക്കുമായിരുന്നു. ഈ പിരിയൻ കക്ക എന്നൊക്കെ പറഞ്ഞ് പരന്നിട്ടുള്ള കക്ക, ഓരോ ഷേപ്പിലുള്ള കക്ക ശേഖരിച്ച് ഒട്ടിച്ചു വെക്കുമായിരുന്നു. പിന്നെ കോയിൻ കളക്ഷൻ അറിയോ? കോയിൻ കളക്ഷൻ കേട്ടിട്ടുണ്ടാവും, അതിപ്പോഴും ചെയ്യാറുണ്ടാവായിരിക്കും. ഓരോ തരത്തിലുള്ള കോയിൻ എന്നിട്ട് ബുക്കിന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ബുക്കിന്റെ അടിയിൽ വെച്ചിട്ട് അത് ചെയ്യാറുണ്ടാവും അല്ലെ? ഓക്കെ, അതുപോലെ കുറെ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാതെ പോകുന്ന കുറെ കളക്ഷൻസ് ഉണ്ട്. പണ്ടൊക്കെ നല്ല രസമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടമായിട്ട് നടക്കും, പറമ്പിലും വഴിയിലും തോട്ടുകരയിലൊക്കെ. നിങ്ങൾക്ക് അതൊന്നും ചെയ്യണ്ടല്ലോ. അതാണ് പണ്ടത്തെ സ്കൂൾ സിസ്റ്റവും ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ ബുക്കിൽ നോക്കി, ഇപ്പൊ ഓൺലൈൻ ഫോണിൽ നോക്കി ക്ലാസ് എടുക്കുന്നു, ക്ലാസ് കേൾക്കുന്നു.
സ്കൂളിൽ പോലും വരണ്ട. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? തേർഡ് ക്വസ്റ്റ്യൻ. സന എന്തോ പറയാൻ നിൽക്കുന്നുണ്ട്. എന്താ? എന്താ സന? ഞാൻ ശേഖരിച്ചിന്. എന്ത് ശേഖരിച്ചിനെ? ശംഖ്. ശംഖ് ശേഖരിച്ചിനോ? യെസ്. കൊറേ ഉണ്ടോ? യെസ്, വെരി ഗുഡ്. ഞങ്ങൾ എങ്ങനെയാ അറിയോ ശംഖ് ശേഖരിച്ചിട്ട് ഒട്ടിച്ചു വെക്കുക? വലിയ ചാർട്ട് പേപ്പർ എടുക്കും. ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതില് ഓരോ ഡിസൈൻ ആക്കി ഒട്ടിച്ചു വെക്കും. ഈ ശംഖുകളൊക്കെ നല്ല നല്ല ഡിസൈൻ ആക്കി ഒട്ടിച്ചിട്ട് വേറെ പ്ലാസ്റ്റിക്കിന്റെ നേരെ ഷീറ്റ് എടുക്കും. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റ് എടുത്തിട്ട് ഈ ശംഖ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഇതിനെ ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചു വെക്കും. എന്നിട്ട് വലിയൊരു ബോർഡ് പോലെ ആക്കി വെക്കും. അങ്ങനെ ശംഖ് ശേഖരിക്കാം. ഈ കഴിഞ്ഞ അടുത്ത കാലം വരെ എന്റെ വീട്ടില് എന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ പണിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് അമ്മ കളഞ്ഞു. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു വീട്ടില്. ഒരു 10-20 ബുക്ക് അട്ടി ഉണ്ടായിരുന്നു കളക്ഷന്റെ. 1ാം ക്ലാസ് മുതൽ ചെയ്ത കളക്ഷൻ. പിന്നെ 5ലും 6ലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്യാറുണ്ട്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മോട്ടർ ഉണ്ടാക്കി, ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. കഴിഞ്ഞ കുറച്ചൊരു 3-4 വർഷം മുന്നേ എടുത്ത് കളഞ്ഞതാ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ കൊതിയാവുന്നുണ്ടോ പണ്ടത്തെ കാലത്ത് പഠിക്കാൻ? നല്ല രസമായിരുന്നു പണ്ട് പഠിക്കാൻ. നിങ്ങളെ പോലൊന്നും അല്ല. ഓക്കെ, അപ്പോ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? Ajay had 2,756 stamps. He collected 2,362 more stamps in the summer vacation. How many stamps does he have now? അജയിന്റെ സ്റ്റാമ്പ് കളക്ഷനില് 2,756 സ്റ്റാമ്പ്സ് ഉണ്ട്. അജയ് എന്ത് ചെയ്തു? സമ്മർ വെക്കേഷൻ ടൈമില് 2,362 സ്റ്റാമ്പ്സ്, കൂടുതൽ സ്റ്റാമ്പ്സും കൂടി കളക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സ്റ്റാമ്പ്സ് ഉണ്ടാകും? അജയിന്റെ കളക്ഷനിൽ ടോട്ടൽ എത്ര സ്റ്റാമ്പ്സ് ഉണ്ടാവും? എങ്ങനെ ചെയ്യാം? അതിന്റെ ആൻസറും കൂടി മിസ് പെട്ടെന്ന് പറഞ്ഞുതരാം. എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ വിടുക. എന്നിട്ട് ആൻസർ മാത്രം എഴുതിയെടുക്കാം കേട്ടോ. Ajay had 2,756 stamps. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതും? നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് Ajay had is equal to 2,756. Then number of stamps he collected is equal to number of stamps he collected is equal to 2,362. Then total number of stamps. Total number of stamps is equal to 2,756 plus 2,362. $2,756 plus 2,362.
2. എത്രയായിരിക്കും ആൻസർ? ആഡ് ചെയ്താല് that is equal to 5118. 5118. Thus Ajay has total total 5118 stamps. So ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. പെട്ടെന്ന് എഴുതിയെടുത്തോ. ടൈം തീരാറായേ, പെട്ടെന്ന് എഴുതണേ. അയ്യോ, ഇപ്പൊ ക്ലാസ് കട്ടാവും കേട്ടോ. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആൻസർ. 2 ക്വസ്റ്റ്യന്റെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെയും തേർഡ് ക്വസ്റ്റ്യന്റെയും ആൻസർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ എഴുതാം. സെക്കൻഡ് വൺ ഹോംവർക്ക് ചെയ്യാം. ഫോർത്ത് വണ്ണും കൂടി ഹോംവർക്ക് ചെയ്തു. An ice cream seller sold 175 chocolate cones and 119 strawberry cones. How many cones did he sell? Fourth question. ഒരു ഐസ്ക്രീം വിൽക്കുന്ന ആള് ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം വിൽക്കുന്ന ആള് ചോക്ലേറ്റ് കോൺ 175ഉം സ്ട്രോബെറി കോൺ 119ഉം വിറ്റു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഐസ്ക്രീം കോൺ അയാൾ വിറ്റിട്ടുണ്ട്? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, എഡ്വിൻ എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞു, ക്ലാസ് കട്ട് ചെയ്യാനായേ. ടീച്ചർ, 85-ല് 2.4 അല്ലേ? 2.4. അതിനകത്ത് സീൽത്തെ ആ ക്വസ്റ്റ്യൻസ് ഒന്നിട്ട് തരുമോ? സിയിലത്തെ ക്വസ്റ്റ്യൻസാ? അതിന്റെ ആൻസേഴ്സ് ആണോ? ഗ്രൂപ്പിലിട്ട് തരാം. ഓക്കെ, അപ്പോ ഇതിലെ പേജ് നമ്പർ 86 എക്സസൈസ് 2.5 2ഉം 4ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ബാക്കി 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.